ശാലോം TV പ്രേക്ഷകർക്കും മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. സമർപ്പിത ജീവിതത്തിൻ്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കി സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന ഒരു സന്യാസിനി. ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് സന്യാസിനി സഭയുടെ എറണാകുളം പ്രൊവിൻസ് അംഗമായ സിസ്റ്റർ ഡോളിൻ മരിയ തൻ്റെ വ്യത്യസ്തവും സുപ്രധാനവുമായ സേവനങ്ങളാൽ അനുഗ്രഹീതയാണ്. എറണാകുളം ജില്ലയിലെ ആലുവ കേന്ദ്രീകരിച്ച് നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളാണ് സിസ്റ്റർ ഡോളിൻ മരിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തടവറകളിലും പ്രാന്തപ്രദേശങ്ങളിലും തുടങ്ങി സമൂഹത്തിൽ മറ്റെല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നാനാതുറയിൽപ്പെട്ട ജീവിതങ്ങൾക്ക് തൻ്റെ പ്രാർത്ഥനയാലും പ്രവർത്തനത്താലും ആശ്വാസമാവുകയാണ് സിസ്റ്റർ. സാമൂഹിക പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ആത്മീയമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്ന സിസ്റ്റർ ഡോളിൻ മരിയ ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട തൻ്റെ ജീവിതം ദൈവമക്കളുടെ അഭിവൃദ്ധിക്കായി നീക്കിവെക്കുന്നു. തൻ്റെ ഭവനത്തിൽ നിന്നും പകർന്നു കിട്ടിയ ദൈവവിശ്വാസം ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ച് ജീവിതം തന്നെ ദൈവത്തിനായി സമർപ്പിച്ച് ഈ സന്യാസിനിയുടെ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഞങ്ങൾ 6 പേരാണ് കുടുംബത്തിലുള്ളത്. അപ്പൻ, അമ്മ, ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ മരിച്ചുപോയി. ഇത് കഴിഞ്ഞ് ചേച്ചിയാണ് ഇവിടുത്തെ കൂടുതലായിട്ട് ഞങ്ങളെ നയിച്ചു കൊണ്ടിരുന്നത്. പ്രാർത്ഥനയും ഭക്തിയുമായിട്ട് ചേച്ചി കൂടുതലായിട്ട് ഞങ്ങളെ പള്ളി പോകാനും കൊണ്ടുപോകാനും ഞങ്ങളോട് കൈപിടിച്ച് കൊണ്ടു കിടന്നതും അപ്പനയിലും കൂടുതലായിട്ട് നേതൃത്വം വഹിച്ച് കൊണ്ടു നടന്നിരുന്നതാണ് ഒരു കാലഘട്ടത്തിൽ. സിസ്റ്റർ ആവാനായിട്ട് ചേച്ചി 10ാം ക്ലാസ് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് ചേച്ചി തോമസ് മേലത്തച്ഛനായിട്ട് സിസ്റ്റേഴ്സുമായി ഇവിടെ വന്ന് അപ്പനോട് പറഞ്ഞ് സിസ്റ്റർ ആവാൻ പോവുകയും 85 ചേച്ചി ഉടുപ്പിടുകയും ചെയ്തു. ശാലോം TVയുടെ മർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സിസ്റ്റർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പരിശീലന കാലത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ സിസ്റ്റർക്ക്? നമ്മൾ പാവാടയും ബ്ലൗസൊക്കെ ഇട്ടാണല്ലോ നടന്നിരുന്നത്. ഷോർട്ടാണ് ഇട്ടുകൊണ്ടിരുന്നതൊക്കെ. അപ്പം സാരി എടുത്ത് പരിചയമില്ല. അപ്പം മടുത്ത് ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അകത്തേക്ക് കയറ്റുമ്പോൾ നമ്മുടെ കമ്മലും മാലയും ഇതൊക്കെ മാറ്റിയിട്ട് അങ്ങടെ ഇതില്ല. അപ്പോൾ കമ്മലിൻ്റെ തൂക്കൊന്നും ഇടണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുട്ട് കമ്മൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാലയും വളയൊക്കെ അമ്മ സമ്മതിക്കില്ലായിരുന്നു. ഊരാമ്മയ്ക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നു. പാസറൊക്കെ ഭയങ്കര ഇതായിരുന്നു. അമ്മ അതിൻ്റെ ഒരു ഇതാണ്. സിസ്റ്റർക്ക് അപ്പോൾ എന്തെങ്കിലും വിഷമം തോന്നിയായിരുന്നു? ഇത്രയും കാലമുള്ളൊരു മാറ്റത്തിൽ നിന്ന് മാറി വന്നപ്പം അത് ഒത്തിരി വിഷമമായി തോന്നിയായിരുന്നു? എനിക്കിഷ്ടമുള്ള സംഭവമായിരുന്നു ജിബിക്ക് കമ്മൽ. അതൊക്കെ മാറ്റിയപ്പോൾ എന്തോ ഒരു ഇതാണ്. പക്ഷെ എന്നാലും എനിക്ക് ഈശോയുള്ള ആ ഒരു അമ്മയെപ്പോലെ പരിശുദ്ധ അമ്മയാണ് എൻ്റെ ഏറ്റവും വലിയ മോഡലും. പിന്നെ സെബസ്ത്യാൻസ് പുണ്യാളൻ, കാഞ്ഞിപ്പുണ്യാളൻ ഞങ്ങൾ വിളിക്കുന്ന കാഞ്ഞിപ്പുണ്യാളനാണ് എൻ്റെ ഏറ്റവും ദൈവത്തിന് തുല്യമായിരുന്നു. മഠത്തിൽ വരുന്നത് വരെ ഞങ്ങൾ കാഞ്ഞിപ്പുണ്യാളൻ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു അനുഭവമായിരുന്നു. എല്ലാം പുണ്യാളോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്യുക. അങ്ങനൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മാതാവിനോടുള്ള ഒരു ഇത് വന്നു. അപ്പോൾ ഇങ്ങനെ ഇതേവഴി മഠത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡ്രസ്സൊക്കെ പാർലറിൽ ചെന്ന് കഴിഞ്ഞ മണിയൊക്കെ അടിച്ച് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ 4 പേരെ ചെല്ലുന്നത്. അപ്പോൾ അന്ന് പായ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകണമായിരുന്നു. അത് ബക്കറ്റ് ഇങ്ങനെയെല്ലാം കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ചെന്ന് ഇപ്പോൾ പാർലറിൽ വെച്ച് തന്നെ ഞങ്ങളുടെ സാരി മാറ്റിച്ചു. അപ്പോൾ ഞങ്ങൾ ചേച്ചിമാർ സാരി എടുത്തവരും ഉണ്ടായിരുന്നു. അവർ വന്ന് ഞങ്ങളെ പൗളീനെ ഓൾറെഡി ചേച്ചിമാർ ഉടുപ്പിച്ചു. എന്നെ ഉടുപ്പിക്കാൻ ആരുമില്ല. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് ഒന്ന് ഉടുപ്പിച്ചു. അവരൊന്ന് സാരി ഉടുപ്പിച്ച് അങ്ങനെയാണ്. അതൊരു ഭയങ്കര ഒരു വലിയൊരു അനുഭവമായിരുന്നു. അപ്പൻ ഇൻഫൻട്രി സമയത്ത് ആൻ്റണിയുടെ പെങ്ങളായിരുന്നു ഞങ്ങളുടെ അന്നത്തെ പ്രിൻസിൽ. അപ്പം അമ്മയുടെ കയ്യിലേക്ക് പിടിച്ച് ഏൽപ്പിച്ച ഒരു അനുഭവം ഭയങ്കര അനുഭവമായിരുന്നു.
പിന്നെ അമ്മ അങ്ങനെ സ്വന്തം മകളെ പോലെ അങ്ങോട്ട് അതെനിക്ക് അവസാനം വരെ അമ്മയുടെ അവസാനം വരെ അതെനിക്കൊരു അനുഭവമായിരുന്നു ഇന്നും അമ്മയുടെ. പിന്നെ എനിക്ക് ഫോർമേഷനൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു, ഒത്തിരി ഇതായിരുന്നു. പിന്നെ ഫോർമേഷൻ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു മറക്കാനാവാത്ത അനുഭവം, എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഓർത്ത് പറയാം? ഇഷ്ടംപോലെ ഉണ്ട്. അതിനകത്ത് മെയിനായിട്ടുള്ളത് ഞാൻ സിസ്റ്റർ ആവണേൻ്റെ തലേ ദിവസം ഞങ്ങൾ ആരും ഉറങ്ങത്തില്ലല്ലോ. അന്ന് ഞങ്ങൾക്ക് എറണാകുളം അതിരൂപതയിലാണ് ഞങ്ങളുടെ ഉടുപ്പിടിയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദിവസം രാത്രിയിൽ എനിക്ക് എൻ്റെ ചേട്ടനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ചേട്ടനെന്ന് വെച്ചാൽ എൻ്റെ അത്രയും ഞാൻ ചേട്ടനെന്ന് വെച്ചാൽ അത്ര ഒരു വലിയൊരു ബന്ധമായിരുന്നു. അപ്പോൾ എനിക്ക് ചേട്ടനില്ലാത്ത ഓർക്കും ഇന്നും എനിക്കതൊരു കുറച്ച് നാളുകളായിട്ടും അതിൽ നിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് അത് മാറിയിട്ടുള്ളൂ. മനസ്സിൽ നിന്ന് മാറിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരച്ചിലൊക്കെ മാറിയിട്ടുള്ളൂ. എന്നിട്ട് ചേട്ടൻ എന്ന് പറയുമ്പോൾ എനിക്ക്, കാരണം ചേട്ടൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അതുപോലെയാണല്ലോ, കാണുമ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ചേട്ടനെ കാണുന്നത്. അവർ കൊണ്ടുനാക്കാൻ വന്നപ്പോഴും എൻ്റെ ഉടുപ്പിടിയിലൊക്കെ ഈ ചേട്ടന്മാരെ എല്ലാം ചെയ്തപ്പോൾ എൻ്റെ കൂടെ ചേട്ടനുണ്ടാവുള്ളല്ലോ, ചേട്ടനില്ലല്ലോ എന്നുള്ളൊരു ദുഃഖം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ചേട്ടൻ എനിക്ക് കാണണമെന്ന് ഞാൻ അമ്മയോട് മാതാവിനോട് ഞാൻ കടുംപിടുത്തം പിടിച്ചു. എനിക്ക് ചേട്ടനെ കണ്ടേ പറ്റൂ, ഉടുപ്പിടിയിൽ എനിക്ക് ചേട്ടനെ കാണണം എന്ന് പറഞ്ഞു. ആ രാത്രിയിൽ ഞങ്ങൾ ആരും ഉറങ്ങില്ല. അപ്പോൾ ഞങ്ങളുടെ മിസ്റ്റേഴ്സ് വന്ന് ഞങ്ങൾ ഓടിക്കും, പോയി കിടക്ക് പോയി പിള്ളേർ നാളെ ഫങ്ഷനുള്ള എല്ലാവരും കഴിഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ ഓടി വരും. സിസ്റ്റർ മുറിയിലേക്ക് കയറും, കൂർക്കം വലിക്കും. സിസ്റ്റർ കൂർക്കം വലിക്കും, ഞങ്ങൾ ഓടി വരും, ചാപ്പലിൽ വന്നിരിക്കും, ബാൽക്കണി ഉണ്ട് അവിടെ ഇരിക്കുക. അങ്ങനെ ഞങ്ങളുടെ അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ അങ്ങോട്ട് മയങ്ങിപ്പോയ സമയത്ത് എനിക്ക് എൻ്റെ ചേട്ടനെ കാണാൻ പറ്റി. ഒരു അന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചേട്ടൻ അടക്കിയത് അങ്ങനെയായിരുന്നു, വെള്ള പാൻറ്റും വെള്ള ഷർട്ടും ഒക്കെ ഇട്ടായിരുന്നു. പക്ഷേ വേറെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു നക്ഷത്രവും ഒരു ഇതും കൂടി തലയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ചേട്ടൻ സ്വർഗത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന മാലാഖമാരുടെ ആ ഒരു ഗണത്തിൽ നിന്ന് വന്നേക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ ചേട്ടൻ എന്നെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയി അപ്പൻ്റെ അമ്മയുടെ അടുത്തൊക്കെ കൂടെ രാത്രി ഞങ്ങൾ അവിടെ നടക്കുന്ന ഫങ്ഷനൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് അവിടെ എല്ലാവരും കൂടി ഇത് ചെയ്യുന്നൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ച് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ചേട്ടൻ പോവുകയും ചെയ്തു. അതുകൊണ്ട് അതൊരു 5 മിനിറ്റോളം നിന്നു എന്നുള്ളതാണ്. അതെനിക്കൊരു വലിയ എനിക്ക് ചേട്ടനെ കാണണമെന്ന് പിന്നെ ഒരിക്കലും ചിന്തിച്ചിട്ടുമില്ല. പിന്നെ എനിക്ക് അപ്പനും അമ്മയ്ക്കും ധൈര്യം കൊടുക്കാൻ പറ്റിയത് ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു. മൂത്ത മകനായിരുന്നു അല്ലേ ചേട്ടൻ? ചേട്ടൻ മൂത്തതായിരുന്നു. അതായിരുന്നു ആ വേർപാടിൽ അത്ര വിഷമം. അതിന് വേറൊരു കാര്യം ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യമൊന്നും കരിസ്മാറ്റിക്കിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേട്ടൻ മരിച്ചത് നമ്മുടെ പഴയ നിയമത്തിൽ പറയുന്ന ആദ്യം ഞാൻ ഇന്നത് മനസ്സിലാക്കുന്നത് ആദ്യ ജാതരെ കൊല്ലുന്നതൊരു ശാപമാണെന്നുള്ളൊരിതുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ മൂത്ത മകനല്ലേ, ചേട്ടൻ മരിച്ച കുടുംബത്തിൻ്റെ ഒരു ശാപമാണ് എന്ന്. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ മൂത്ത മകൻ ഇതുപോലെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ശാപമാണ് എന്നൊരു ചിന്ത എൻ്റെ അമ്മയുടെ മനസ്സിൽ ആരോ കരിസ്മാറ്റിക് ഗ്രൂപ്പിൽ അമ്മ പോകുന്ന ടീമിൽ പെട്ടതായിരുന്നു. അവരാരോ അമ്മയ്ക്ക് ഇങ്ങനെ ദർശനം കിട്ടി പറഞ്ഞതോടെ അമ്മ ആകെ ഡൗൺ ആയിരുന്നു. ഇപ്പോഴും അമ്മ അതിൽ നിന്ന് ഉണർന്നിട്ടില്ല എൻ്റെ അമ്മച്ചി, ഇപ്പോഴും അതുപോലെ തന്നെ ഇരിക്കുക. അപ്പോൾ ആ ഒരു ചിന്ത ഇതുവരെ അമ്മയുടെ മനസ്സിൽ മാറ്റാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് അതുകൊണ്ടാണ് ഞാനിത് ചോദിച്ചത്, എനിക്ക് ചേട്ടനെ കാണണമെന്ന്. അതോടുകൂടി എനിക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചത്. പിന്നെ എനിക്ക് എൻ്റെ സന്യാസ ജീവിതം മുഴുവനും നല്ലൊരു സന്തോഷത്തിലായിരുന്നു. സിസ്റ്റർ സഭാവസ്ത്രം സ്വീകരിച്ച ദിവസം എന്നായിരുന്നു? ഞാൻ സ്വീകരിച്ചത് ഏപ്രിൽ 8-ാം തീയതി 1985 ായിരുന്നു. അതിനുശേഷമുള്ള സേവന മേഖലകളൊക്കെ എന്തായിരുന്നു? പിന്നെ ഞാൻ ഉടുപ്പിടിയിൽ കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം ഞങ്ങൾ റീജൻസി ആയിട്ട് പല മഠങ്ങളിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേഴ്സ് ട്രെയിനിങ് പഠിച്ചു. പിന്നെ അന്ന് കമ്പ്യൂട്ടർ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ രണ്ടും പഠിച്ചു. പിന്നെ നേഴ്സ് അവർ പഠിച്ച് അത് കഴിഞ്ഞിട്ട് ശേഷം ഞാൻ പള്ളിപ്പുറം എന്ന് പറഞ്ഞ ഇടവക ചേർത്തല, ഇടവകയിൽ കേളമംഗലം എന്ന് പറഞ്ഞൊരു കുരിശുപള്ളിയാണ്. രാജഗിരി കുരിശുപള്ളി പോലെ ഒരു കുരിശുപള്ളിയാണ്. ആ കുരിശുപള്ളിയിൽ വേറെ ഒന്നും ഇല്ലായിരുന്നു. അവിടെയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ പ്രവർത്തന മേഖല. അവിടുത്തെ മേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതസ്ഥരും, അത് ഈ മേലെത്തച്ഛനിൽ നിന്ന് കിട്ടിയൊരു വലിയൊരു കാഴ്ചപ്പാട് എനിക്ക്. ഞങ്ങളുടെ പോയപ്പോൾ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞ എല്ലാ മതത്തിലുള്ളവരും എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം. ഞാൻ നിന്നെ സ്നേഹിച്ചതുപോലെ നീ പരസ്പരം സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ്. സ്നേഹിക്കുക എന്നൊരു ആരോടൊരു കടപ്പാടില്ലാതെ സ്നേഹിക്കണം എന്നാണ്. ആ കടപ്പാടില്ലാതെ സ്നേഹിക്കാൻ പഠിച്ചത് ഇവിടെ നിന്നാണ് ഞാൻ ഈ ഇതിലേക്ക് എല്ലാ വീടുകളും ഇന്നും ചെന്ന് കഴിഞ്ഞാലും
പള്ളിപ്പുറത്ത് ഏത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും എൻ്റെ സ്വന്തം വീട്, പ്രത്യേകിച്ച് കേളമംഗലം ഇടവക, കേളമംഗലം ഏരിയയിൽ എല്ലാ വീടും ഹിന്ദുക്കളുടെ വീട്, അവരെ ധീവരെന്ന് പറയുന്ന മീൻ പിടിക്കുന്ന അവരൊക്കെ വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിള്ളകളുടെ വീടുണ്ട്. അവിടെ ഇപ്പോഴും പോകാറുണ്ടോ സിസ്റ്റർ? അതിനുശേഷം പോകാറുണ്ട്. അവരോരോ ഫങ്ഷൻ വരുമ്പോൾ പിള്ളേരുടെ കല്യാണം അല്ലെങ്കിൽ അവരൊരു ഞാൻ പഠിപ്പിച്ച പിള്ളേരുടെ വരുമ്പോൾ അവരെല്ലാവരും വിളിക്കും. അപ്പം ഞാൻ അന്നൊന്നും പോകത്തില്ല, ഏതെങ്കിലും അതിനോട് അടുപ്പിച്ചൊരു ദിവസം ജസ്റ്റ് ഒന്ന് പോയി തിരിച്ചു വരും. കാരണം എൻ്റെ വീട്ടിലില്ലാത്തൊരു ബന്ധമാണ് അവിടെയായിട്ടുള്ള എല്ലാ വീടും. അതുപോലെ തന്നെ പിന്നെ ഇരുന്നൊരു ഇടവകയാണ് പുല്ലുവഴിയിൽ 6 വർഷം ഇരുന്നു. അവിടെ ഇതുപോലെ തന്നെയായിരുന്നു. എല്ലാ വീടുകളും ജാതിയോ മതമോ ഒന്നുമില്ല എനിക്ക്. എല്ലാ അവിടുത്തെ വീടുകളും ഇന്നും അവിടുത്തെ കുട്ടികൾ എൻ്റെ സ്വന്തമാണ്. പിന്നെ ഞാൻ ഇരുന്നതാണ് ചേർത്തല തന്നെ കുന്നുംപുറം 3 അവിടെ വെച്ചാണ് എനിക്ക് വേറൊരു വന്നത്. ഞാൻ പഠിപ്പിച്ചോടെ എൻ്റെ വോക്കൽ കോഡ് ഗ്രോത്തായിരുന്നു, 2 സൈഡിലും ഗ്രോത്തായിരുന്നു. അപ്പം ആദ്യം സ്വരമൊന്നും കുറേ നാളുകൾക്ക് മുമ്പേ സ്വരം അടയുമായിരുന്നു. സ്വരം അടയും, നമ്മൾ കുരുമുളക് അങ്ങനെ ഉപ്പും അങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ആശുപത്രിയോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. അപ്പം ഇങ്ങനത്തെ ചെറിയ മരുന്നുകളൊക്കെ ആയിട്ട് പോയി അങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ കടന്ന് പോയി. പക്ഷേ ചേർത്തല വന്ന് ഈ കുന്നുംപുറത്ത് വന്ന ഇപ്പോൾ അവിടുത്തെ മദർ പറഞ്ഞു, ഡോളിന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, ഡോക്ടറെ കണ്ടേ പറ്റൂ. സിസ്റ്ററിനെ നിർബന്ധിച്ച് ഒരു ശനിയാഴ്ച ലിസി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കുക. ലിസി കൊണ്ടുപോയി കാണിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുറേ വഴക്ക് പറഞ്ഞു മദറിനെ. ഇത്രയും ഇതായിട്ട് നിങ്ങൾ ഇത്രയും സിസ്റ്റേഴ്സ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴക്ക് പറഞ്ഞപ്പോൾ മദർ പറഞ്ഞു എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. മിക്കവാറും ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം കാരണം വേദനയില്ല എന്നത്രയും ഇതായിട്ട് ഇരിക്കുന്നത്. അപ്പം പറഞ്ഞു വേറെ പ്രേക്ഷകളമ്മോട് പറഞ്ഞപ്പോൾ പ്രേക്ഷകളം പറഞ്ഞ് വേറെ 1-2 സ്ഥലത്തോടെ കാണിച്ച് കഴിഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ വേണ്ട 1-2 സ്ഥലത്തോടെ ഇവിടെ സാഞ്ചോയിൽ കാണിച്ചു, അങ്കമാലി കാണിച്ചു, പിന്നെ കോട്ടയത്തൊരു ഹോസ്പിറ്റലിൽ കാണിച്ചു. ഇത്രയും കാണിച്ചപ്പോൾ എല്ലാവരും ടപ്പ് ഇപ്പം തന്നെ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയായാലും ഇപ്പോൾ ഈ വർഷം അവിടെ കഴിയാതെ പറ്റത്തില്ലല്ലോ. അങ്ങനെ മാർച്ച് 23, 2003 മാർച്ച് 23 അല്ല 23 ആശുപത്രി ചെന്ന് 24 ഓപ്പറേഷൻ ചെയ്തു. 2 മാസം കൊണ്ട് സ്വരം കിട്ടുമെന്നാണ് പറഞ്ഞത്. 2 വർഷം കഴിഞ്ഞിട്ടും സ്വരം സ്പീച്ച് തെറാപ്പി അങ്ങനെ തെറാപ്പികളൊക്കെ കുറേ ചെയ്തു, സ്വരം കിട്ടിയില്ല. എവിടെയായിരുന്നു ഓപ്പറേഷൻ ചെയ്തത്? ലിസി ഹോസ്പിറ്റലിൽ തന്നെ. നല്ല ഇതാണ്, പക്ഷേ എനിക്ക് വേദനയില്ല. അതുകൊണ്ട് ഡോക്ടർ പറയുന്നത് ആണെന്ന് പറയുന്നത്. പിന്നെ ഡോക്ടർ പറഞ്ഞു ഇനി ആവാൻ സാധ്യത എപ്പോൾ വേദന വരുന്നുവോ അപ്പോൾ ഉണ്ടാകും, ഇനി സ്വരം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകളോട് പറഞ്ഞു ഇനി പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഞാൻ എവിടെ നഴ്സറി പഠിപ്പിച്ചാലും എൻ്റെ ക്ലാസ്സിൽ ഒത്തിരി കുട്ടികൾ വരും. എത്ര നാൾ നഴ്സറിയിൽ പഠിപ്പിച്ചായിരുന്നു? ഞാൻ 19 വർഷം പഠിപ്പിച്ചായിരുന്നു. അതിന് ശേഷമാണ് ശബ്ദം പോയത്. അപ്പം ഈ ഓപ്പറേഷനോട് പിന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ BA പഠിച്ചായിരുന്നു. പിന്നെ ഈ സ്വരം പോയി കണ്ട് 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അവിടെ നിന്ന് ഇവിടേക്ക് വന്നു, ആലുവയിൽ ഞങ്ങളുടെ പ്രിൻസ് ഹൗസിലേക്ക് വന്നു. സിസ്റ്റർ എവിടെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നഴ്സറികളിൽ? നഴ്സറിയിൽ ഞാൻ പഠിപ്പിച്ചത് ഒന്ന് പള്ളിപ്പുറം, ഞാൻ പറഞ്ഞില്ല പള്ളിപ്പുറത്ത് ഞാൻ അവിടെ ഒരു 17 വർഷത്തോളം അവിടെ പഠിപ്പിച്ചു. അതിനകത്ത് 1 വർഷം ഞാൻ മിഷന് പോയി മധ്യപ്രദേശിൽ സിംഗ്രോളിലായിരുന്നു പോയത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ സിസ്റ്റർ റാണി മരിയയുടെ അവിടെ പോയാണ് ആദ്യം റാണി മരിയയോട് കൂടിയാണ് മിഷനിൽ ആദ്യമായിട്ട് എനിക്കൊരു എക്സ്പീരിയൻസ് കിട്ടിയത്. അപ്പം ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ട് സിസ്റ്റർ രാത്രിയിൽ ഈ ഗ്രാമങ്ങളിൽ പോയിട്ട് ഇവരെ ഹിന്ദി പഠിപ്പിക്കും. അപ്പോൾ ആ ഹിന്ദി പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ 10 പേര് ഇവിടുന്ന് പോയവരുണ്ടായിരുന്നു. നമുക്ക് ഹിന്ദി ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒന്നും പഠിക്കത്തില്ലായിരുന്നു ഹിന്ദി സ്കൂളിൽ വെച്ചൊന്നും. അപ്പം ഇവിടെ സിസ്റ്റർ ഈ 3 ഗ്രൂപ്പായിട്ടാണ് പഠിപ്പിക്കുന്നത്. പ്രായമായ അപ്പാപ്പന്മാരും അമ്മമാരെയും, കൊച്ചു പിള്ളേർ, യൂത്ത്. കാരണം അവിടെ പിള്ളേർക്കൊന്നും വിദ്യാഭ്യാസം ഇല്ലല്ലോ. അപ്പോൾ ഇവരൊക്കെ ഹിന്ദി പഠിപ്പിക്കുമ്പം ബോർഡിൽ എഴുതി കൊടുക്കുമ്പോൾ ഞങ്ങളെയും കൂടെ എഴുതിപ്പിക്കും. സിസ്റ്റർ പറയും, അപ്പോൾ ഞങ്ങൾക്ക് ഭാഷ പഠിക്കും, അവർ പറയും. അപ്പോൾ പല പ്രാവശ്യം ആവർത്തിച്ച് കഴിയുമ്പോൾ ഞങ്ങൾ ആ ഹിന്ദി വാക്ക്. അപ്പോൾ ആ രാത്രിയിൽ ഞങ്ങൾ 12 മണി വരെയൊക്കെ ഇരുന്ന് ആ ഹിന്ദി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. സിസ്റ്റർ ഇവിടെ അവിടെ ഒരു വലിയൊരു അനുഭവം ഉണ്ടായിട്ടോ. ഇങ്ങനെ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞങ്ങൾ സിസ്റ്ററിൻ്റെ കൂടെ പോവുക. അപ്പോൾ കുറേ പാഠം ഇങ്ങനെ പോകണം. ഒരു അത്താഴം കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. പ്രാർത്ഥനയും നമ്മുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞ് ഒരു ഗുഡിയുണ്ട്, ഒരു അമ്മമ്മ വരും അവിടെ.
അപ്പോൾ ആ കുടിയെ വന്ന് അവിടെ മാതാവിൻ്റെ ഒരു ഗ്രോട്ടയിൽ അവിടെ പ്രാർത്ഥിച്ച് ജപമാല കഴിഞ്ഞപ്പോഴേക്കും അത്താഴം കഴിഞ്ഞ് ഞങ്ങൾ വരും. അപ്പോൾ ഞങ്ങൾ 8 മണിയാകുമ്പോഴേക്കും പോകണം. അപ്പോൾ 8 മണിയായപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പോയ ദിവസം നല്ല നിലാവട്ടമുണ്ട്, ഭയങ്കര ചൂടുകാലമായിരുന്നു. അപ്പോൾ ഈ അമ്മമാർ എല്ലാവരും ഓരോ ഗ്രാമത്തിലുള്ള ഓരോ വില്ലേജുകാരും ഓരോ സ്ഥലത്താണ്, ഒരു കിണറൊക്കെ ഒരു സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ ഈ കിണറുകളിൽ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോഴത്തെ സിസ്റ്റർ ജി വരുന്നുണ്ടപ്പോഴേക്കും ഈ സിസ്റ്റർ ജി ആകെ ഈ ജൽദി ചലോ എന്ന് പറഞ്ഞാൽ ആദ്യം ഹിന്ദി പഠിച്ച ആ ഒരു വാക്യാണ്. ഈ ജൽദി ചലോ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ചിരിയോട് ചിരി. അപ്പോൾ ഞങ്ങൾ സിസ്റ്റർ പറ എന്താന്ന് പറയാം. അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ ഓടുവാ. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇവർ ബ്ലൗസ് ഇടില്ല കല്യാണം കഴിഞ്ഞ അടുത്ത സ്ത്രീകൾ. അപ്പോൾ സാരിയാണ് അവർ ചുറ്റും ഇതെടുക്കുന്നത്. അപ്പോൾ സിസ്റ്റർ ജി ഇവർക്ക് എല്ലാവർക്കും എന്ത് കൊടുത്തിട്ടുണ്ട്, ഇത് ബ്ലൗസൊക്കെ തയ്ച്ച് കൊടുത്തിട്ടുണ്ട്. അന്ന് പണ്ട് അങ്കമാലി മെട്രോയിൽ ഒരു സിസ്റ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവർക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ ബ്ലൗസ് ഇവർക്കുണ്ട്, അവർ ഇട്ടിട്ടില്ല. അപ്പോൾ അവരോട് അവർ വേഗം അവരുടെ ഇതിലേക്ക് വീടുകളിലേക്ക് ഓടിപ്പോയി. പിന്നെ അവർ നല്ല മെഡിക്കലായിട്ട് തിരിച്ചു വരിക. അത് കഴിയുമ്പോൾ സിസ്റ്റർ പറഞ്ഞു ഇതാണ് സംഭവം എന്ന്. അതുകൊണ്ട് ആ വാക്ക് പിടിയുന്നു ഞങ്ങൾ മാർക്ക്. അത് ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം 4 വശത്തേക്ക് പെണ്ണുങ്ങൾ കിണറിൻ്റെ ഒരു കിണറേ ഉള്ളൂ. ആ കിണറിൻ്റെ ചുറ്റുന്ന് ഈ അമ്മച്ചിമാർ ഓടുന്നത്. ഇങ്ങനത്തെ ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ എല്ലാ പിള്ളേരും കല്യാണം കഴിയുമല്ലോ. ഈ 12 വയസ്സായ പെൺകുട്ടികൾ പോലും ബ്ലൗസ് എടുത്തില്ല. ഈ സാരിയാണ് അവരുടെ തലവും ഇങ്ങനെ മറച്ചിട്ടേക്കും. അങ്ങനെയാണ് അവർ പോക്കുക. അത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര. പിന്നെ ഞങ്ങൾ അവരുടെ ഹിന്ദി പഠിക്കാനായിട്ട് ഇങ്ങനെ ഒരാഴ്ച സിസ്റ്റർ കൂടെ അവരുടെ കൂടെ പോയി നിന്ന് ഞങ്ങൾ ശരിക്കും ഹിന്ദി പഠിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് സിംഗ്രോളിലേക്ക് പോയി. അവിടെ ഞാൻ നഴ്സറിയിൽ തന്നെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവിടെ നിന്ന് 1 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അപ്പൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പന് ഞാൻ ആദ്യമായിട്ട് വിഷ്ണു പോയി വിശേഷങ്ങൾ കേൾക്കും. വേനൽക്കാലം കഴിഞ്ഞപ്പോൾ ഭയങ്കര ചൂടാണ്. ഇപ്പോഴത്തെ പോലെ AC ഒന്നും ഇല്ലല്ലോ. താഴെ വെള്ളം കെട്ടി ചാക്ക് നനച്ചിടും, മുകളിലും വെള്ളം കെട്ടി നിർത്തും ചാക്ക് കൊണ്ട്. അപ്പോൾ ഈ കുരങ്ങന്മാരൊക്കെ വരും ഈ പേരയ്ക്കൊക്കെ ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് പഠിക്കണം, ഗ്രാമർ ഭയങ്കര നിർബന്ധം. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ പോയിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പനെ എഴുതി വെച്ചു. എന്ന് വെച്ചാൽ എഴുതി ഞങ്ങൾ ടെറസയിൽ മുകളിലും താഴെയും വെള്ളം കെട്ടി നിർത്തിയിട്ട് അവിടെ എൻ്റെ മോള് മരിച്ചേന്ന് പറഞ്ഞിട്ട് അപ്പം ഭയങ്കര ഇത് കണ്ട് കരഞ്ഞ്. അന്നും വീണ്ടും ഞങ്ങളുടെ പ്രൊവിൻഷ്യലായിട്ട് വീണ്ടും ആദ്യം ചേർത്ത ഇൻഫൻട്രിസ്വാമിയായിരുന്നു വീണ്ടും പ്രൊവിൻഷ്യലായത്. ഈ സമയത്ത് അപ്പൻ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എൻ്റെ കൊച്ചു മരിച്ചു, എനിക്ക് എൻ്റെ മോളെ കാണണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത്. അങ്ങനെ എന്നെ വീണ്ടും തിരിച്ച് വിളിക്കുകയാണ് മിഷനേക്ക്. അപ്പം അമ്മ പറഞ്ഞു മോളെ നമുക്ക് നാട്ടിലും മിഷൻ ചെയ്യാം. അങ്ങനെ എന്നെ വീണ്ടും മിഷനായിട്ട് ചേർത്തല ഭാഗത്തേക്ക് എന്നെ ഇട്ടു. അങ്ങനെ ഞാൻ അവിടെ 16 വർഷം അവിടെ ശുശ്രൂഷ ചെയ്തത്. പിന്നെ അവിടുന്ന് 6 വർഷം പുല്ലുവഴിയിൽ റാണിമരിയുടെ സ്വന്തം ഇടവകയിൽ ശുശ്രൂഷ ചെയ്തു. അവിടെയായാലും എനിക്ക് ഇടവക്കാർ ഞാൻ പറഞ്ഞു ഒരേ നല്ലൊരു കുടുംബം, എല്ലാ കുടുംബവും എൻ്റെ കുടുംബമായിരുന്നു. പിന്നെ 3 വർഷമാണ് ഞാനിവിടെ കുന്നുംപുറത്ത് ശുശ്രൂഷ ചെയ്തത്. അവിടെ വെച്ചാണ് ഈ ഓപ്പറേഷൻ വന്നതും അവിടുത്തെ മദർ നിർബന്ധിച്ചിട്ടാണ് ഓപ്പറേഷൻ ചെയ്തതും. പിന്നെ എൻ്റെ എന്താ പറയുക, ഞാൻ നിൻ്റെ അടുത്തേക്ക് പാലുമായിട്ട് വരണം വടിയായിട്ട് വരണമെന്ന് പോലീസ് ചോദിക്കുന്നുണ്ട്. പാലുമായിട്ട് വന്നാൽ പലരും നീങ്ങത്തില്ലല്ലോ, വടിയായിട്ട് വന്നാൽ എന്ത് ചെയ്യും അല്ലേ? അങ്ങനെ എന്നെ അടിച്ചു മാറ്റിയത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നേഴ്സറി. കാരണം BA പഠിച്ചു, അതിൻ്റെ അത് കഴിഞ്ഞിട്ട് പൂർത്തിയാക്കിയില്ല. കാരണം എന്താ നേഴ്സറിയിൽ നിന്ന് മാറ്റും. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചു കുട്ടികളോട് കൂടി ആയിരിക്കുക. കാരണം നമുക്ക് കലയും എല്ലാ മേഖലകളിലും നമുക്ക് ഒത്തിരി എന്താ പറയുക വിലത്തച്ച് ഞങ്ങൾക്ക് തന്ന വലിയ ആ ഒരു ഇത് ഞങ്ങളൊത്തിരി മിമിക്രി മോണക്റ്റൊക്കെ ഞാൻ ഒത്തിരി ചെയ്യുന്ന കൊണ്ടെത്തിപ്പെട്ടതായിരുന്നു. നാടകങ്ങൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങുള്ള സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഒത്തിരി ഇത് ചെയ്ത. അപ്പം ഈ കുട്ടികളെ പഠിപ്പിക്കാനോ ഓരോ കാര്യങ്ങളൊക്കെ ഒത്തിരി ശ്രദ്ധയുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇതിഷ്ടപ്പെടുന്നത് മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും പഠിക്കാതിരുന്നത്. പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ പഠിച്ചില്ല എന്നുള്ള. പക്ഷേ എനിക്ക് സന്തോഷം. പിന്നെ ഞാൻ അവിടെ വെച്ചാൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്വരമില്ലാതെയായി. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറി ക്ലാരപുരത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഞാൻ പല സൈക്കോളജി കോഴ്സ് പഠിച്ചു. അങ്ങനെ പല കോഴ്സുകൾ പഠിച്ചു 2 വർഷം. സ്വരമില്ല, അപ്പോൾ കൈകൊണ്ട് മാത്രമേ എഴുതി കാണിക്കാനേ പറ്റത്തുള്ളൂ. എല്ലാം ഞാൻ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഒരു പേനയും പേപ്പറും ഉണ്ടാകും. അതിനകത്ത് ഞാനെപ്പോഴും എല്ലാ കാര്യങ്ങളും എഴുതിയ കാണിക്കുന്നത്. പലരും എന്നെ ചോദിച്ചിട്ടുണ്ട് പൊട്ടികളെ മടത്തിലെടുക്കുമോ എന്നവരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പൊട്ടികളെ മടത്തിലെടുക്കും എഴുതി വെച്ച് കാണിച്ചെടുത്ത്. അങ്ങനെ ഒത്തിരി നല്ലൊരു
ഹൃദയം നൊന്ത സമയം എനിക്ക് ആകെ സന്യാസത്തിൽ വന്നിട്ട് എനിക്ക് ഏക വേദനിച്ച 2 വർഷമായിരുന്നു ഈ ഒരു സ്വരം പോയ കാലഘട്ടം. അതെനിക്കൊരു ഭയങ്കര ഒരു അല്ല എനിക്ക് സന്യാസം യാതൊരു വേദന, അത് എന്നെ സംബന്ധിച്ചുള്ള വേദന തന്നെയായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിനെ എനിക്ക് ഈ സ്വരത്തെ ഇല്ല എന്നുള്ളത് എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ലായിരുന്നു. അതെനിക്ക് ഒത്തിരി ഇതായിരുന്നു. ശബ്ദം പോയ സമയത്ത് സിസ്റ്റർ മഠത്തിൽ തന്നെയായിരുന്നു? ഞാൻ ഇവിടെ ക്ലാരപുരത്ത് തന്നെയായിരുന്നു. ഒരു വർഷം ഞാൻ ആ മഠത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഈ സൈക്കോളജി കോഴ്സ് അങ്ങനെ പല ഇതൊക്കെ പഠിച്ചത്. അതിനകത്താണ് ഡിഡാക്കി എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ഒരു 15 അത് ബൈബിളിൻ്റെ അടിസ്ഥാന കോഴ്സാണ്. കെറിഗ്മ ഡിഡാക്കി. കെറിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാന ബൈബിൾ പ്രഘോഷണ. അതിൻ്റെ ഒന്നുകൂടി TTE എന്നാണ് തന്നെ പറയുക. TTC എന്ന് പറയുന്ന പോലെ TTE വചന പ്രഘോഷണം പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഡിഡാക്കി. ഈ ഡിഡാക്കിയിൽ ആ കോഴ്സിലേക്ക് പോയി. ആ കോഴ്സ് പൂർത്തി ഇത് ചെയ്തു. പിന്നെ അപ്പോൾ ഞങ്ങൾ ലിസി വടക്കിൽ എന്നൊരു സിസ്റ്ററുണ്ട്. സിസ്റ്റർ വിജയവാഡ പ്രോവിൻസിലെയാണ്. സിസ്റ്റർ വിജയവാഡയിൽ വെച്ച് ഈ കോഴ്സ് 3 മാസത്തെ കോഴ്സാണ്. ഈ കോഴ്സ് പഠിച്ച് പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ വന്ന് സിസ്റ്റർ അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് ഈ കോഴ്സ് ഒത്തിരി സിസ്റ്റേഴ്സിന് ഇപ്പോൾ സിസ്റ്റർ മൂവാറ്റുപുഴ അല്ല കൊതമംഗലത്ത് സിസ്റ്റർ ലിസ്യു എന്ന് പറയുന്ന സിസ്റ്ററുണ്ട്. ലിസ്യു ഒക്കെ ഭയങ്കര വചന പ്രഘോഷകയാണ്. കാരണം സിസ്റ്റർ വായിന്ന് വചനം കൂടെ ഒഴുകും. ഈ വചന പ്രഘോഷണത്തിൽ ഈ ഡിഡാക്കിയിലൂടെയാണ് ഈ ഒരു ഇത്. അങ്ങനെ ഒത്തിരി പേര് വചന പ്രഘോഷണം സിസ്റ്റേഴ്സ് ഇറങ്ങിയത് ഈ ഡിഡാക്കി എന്ന കോഴ്സിലൂടെ. ഒത്തിരി പേര് മറ്റേ അച്ഛന്മാരൊക്കെയാണ് വചനം പ്രഘോഷിച്ചുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ ഈ ഡിഡാക്കി പഠിച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും വചനം പ്രഘോഷിക്കാൻ ഓരോ ക്രിസ്ത്യാനിക്കും ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു ബോധ്യം കിട്ടി. അപ്പോൾ എല്ലാവരെയും അൽമായരും എല്ലാവരും ഈ കോഴ്സിലുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഡിഡാക്കി കോഴ്സിലേക്ക് വന്നത്. ഡോളി മരിയ സിസ്റ്ററിനെ ഏകദേശം ഒരു 17 വർഷമായിട്ട് എനിക്കറിയാവുന്നതാണ്. ഞാൻ തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു. സിസ്റ്റർ എല്ലാ ദിവസവും എന്നെ ഉപദേശിക്കാറുണ്ടായിരുന്നു. വീട്ടിൽ വരികയും ഒക്കെ ചെയ്യാറുണ്ടെങ്കിലും ഞാൻ അതൊന്നും കാര്യമാക്കാറില്ല. സിസ്റ്റർ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരും ഉപദേശിക്കുന്ന പോലെ ഉപദേശിച്ച പോലെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ മദ്യത്തിൻ്റെ ഉപയോഗം കൂടി എനിക്ക് എല്ലാം നഷ്ടപ്പെട്ട് ഞാൻ ഒറ്റപ്പെട്ട് ഒരവസ്ഥയിലേക്ക് എൻ്റെ ജീവിതം പോയി. അങ്ങനെ നിന്ന സമയത്തെല്ലാം സിസ്റ്റർ വീണ്ടും എന്നെ ഇങ്ങനെ ഒത്തിരി ധ്യാനങ്ങൾക്കൊക്കെ സിസ്റ്റർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഒത്തിരി പേരെ കൊണ്ടുപോകുന്നുണ്ട്. കൂട്ടത്തിൽ എന്നെയും പല പ്രാവശ്യം കൊണ്ടുപോയെങ്കിലും വീണ്ടും ഞാൻ മദ്യത്തിലേക്ക് തന്നെ പോയി. ഒടുവിൽ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഞാൻ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി 3 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഈശോ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. ഇന്ന് ഞാൻ ഡോളി സിസ്റ്ററിനെ പറ്റി ഓർക്കുമ്പോൾ പറയാനുള്ളത്, ഏറ്റവും കൂടുതൽ പറയാനുള്ളത്, എത്ര അവഗണിച്ചാലും വീണ്ടും നമ്മളെ ഒരു നല്ല വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് എത്ര ത്യാഗം സഹിച്ചാണെങ്കിലും ഡോളി മരിയ സിസ്റ്റർ നമ്മുടെ അടുത്ത് എത്തിച്ചേരും. നമ്മളെങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്താലും സിസ്റ്റർ വീണ്ടും നമ്മളെ പിടികൂടും. അങ്ങനെ ഡോളി സിസ്റ്റർ എന്നെ വീണ്ടും ധ്യാനത്തിലേക്ക് കൊണ്ടുപോവുകയും ഞാൻ ആ ധ്യാനത്തിൽ പൂർണ്ണമായി ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് ഞാൻ ഒരു നിബന്ധനകളില്ലാതെ ഒരു എഗ്രിമെൻ്റ് ഇല്ലാതെ ദൈവത്തിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ച് എൻ്റെ അത്രയും എൻ്റെ ജീവൻ അപകടപ്പെടുന്ന സമയം വരെയും ദൈവം എന്നെ കാത്തു പരിപാലിച്ച ആ ദൈവത്തിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. സിസ്റ്ററിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കുവാനായി നമുക്ക് അടുത്ത ആഴ്ച വരെ കാത്തിരിക്കാം.